ഹലോ ഗൈസ്, കനകക്കുന്ന് കൊട്ടാരത്തിലെ ഓണവിശേഷങ്ങളെ കുറിച്ചിട്ട് ആണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കനകക്കുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വൈകുന്നേരം ഒരു 8 മണി അടുപ്പിച്ചായി അവിടെ എത്തിയപ്പോൾ. പിന്നെ റോഡൊക്കെ ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതുപോലെ ഒരു മൺചട്ടിയിൽ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് പേര് അതിനടുത്ത് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്ക്. ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പിലോട്ട് നടന്നു പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടക്കാരെ കണ്ടു. പിന്നെ കണ്ടോ, നല്ല ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെ പരിപാടിയും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് കയറുന്നത്. ഇത് പെർമനൻറ്റ് ടാറ്റു അല്ല കേട്ടോ, ഇത് ടെമ്പററി ടാറ്റു ആണ്. നമ്മളത് ഉടായ്പ കച്ചവടത്തിനൊക്കെ പറയും. അങ്ങനെ അത് ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മളിത് അടിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു 3 ദിവസം, അതിനപ്പുറം അത് നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് കൊള്ളാമോ? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓരോരോ കാഴ്ചകളായിട്ട് ഇങ്ങനെ കണ്ടു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ടാറ്റു ഒക്കെ അടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ടാറ്റു ഉള്ള കേട്ടോ, പക്ഷെ പെർമനൻ്റ് അല്ല, ടെമ്പററി ടാറ്റു ആണ്. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടും കോഫി ഷോപ്പും ഒക്കെ നമ്മൾ എല്ലാം മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലെ ശ്രീകുമാർ സാറിൻ്റെ ഗാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ അതിൽ നേരെ പോയി ഒരു ഐസ്ക്രീം മേടിച്ച് കുടിച്ചു. പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ്, പിന്നെ ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ അവിടെ മൊത്തം നടന്ന് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതേപോലെ ഒരുപാട് നമ്മുടെ ഈ വെഡിങ്ങിനൊക്കെ അറേഞ്ച് ചെയ്യുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തൊട്ടപ്പുറത്തായിട്ട് ഒരുപാട് പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. നല്ല ജെല്ലി, പക്ഷെ അത് പ്ലാസ്റ്റിക് പൂവാണ്, ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലൊക്കെ ആടാനൊക്കെ പോയി. ഇവിടെ ഊഞ്ഞാലാട് സമ്മാനം നേടുന്നൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഞങ്ങളിത് ചോളം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിത് മെയിൻ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കാറ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തി. എത്രയും അതാ